ഇന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 5 റൺ കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതേപോലെയുള്ള വിൻഡോസ് ടിപ്സിനായിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. റൺ കമാൻഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വിൻഡോസ് കീ പ്ലസ് ആർ പ്രസ് ചെയ്താൽ മതി. ഫസ്റ്റ് കമാൻഡ് desk.cpl സ്പേസ് (5). എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് വരും. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസ് നേരെ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തുന്നതാണ്. നമ്പർ 2 appwiz.cpl. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ പറ്റും. ഏതെങ്കിലും ആപ്ലിക്കേഷൻ വർക്കിംഗ് അല്ലെങ്കിൽ അതിനെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്പയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ല അൺഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ അതും ഇവിടെ ചെയ്യാൻ പറ്റും. തേർഡ് കമാൻഡ് diskmgmt.msc. ഈ ഒരു കമാൻഡ് ചെയ്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസസ് എല്ലാം കാണാൻ പറ്റും. ഏതെങ്കിലും പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്ത് ഡിറ്റക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഫോർത്ത് കമാൻഡ് കൺട്രോൾ സ്പേസ് പ്രിൻറ്റേഴ്സ്. കമാൻഡ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസും പുതിയ ഡിവൈസ് ആഡ് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനും കാണാൻ പറ്റും. പഴയ വേർഷൻസിലൊക്കെ പ്രിൻറ്റേഴ്സ് ആൻഡ് ഫാക്സസ് ആണ് ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് ഓപ്പൺ ആക്കാൻ പറ്റുക. ഇപ്പോൾ നമുക്കിവിടെ എല്ലാ ഡിവൈസസിനെയും മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലാസ്റ്റ് കമാൻഡ് shell:"send to". എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ടു ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരും. നമ്മളൊരു ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻഡ് ടു എന്ന് കാണാം. ഈ സെൻഡ് ടുവിൽ എന്തൊക്കെ ഷോർട്ട് കട്ട് വേണമെന്നുള്ളത് നമുക്ക് മാനേജ് ചെയ്യാൻ ഇവിടെ പറ്റും. ഇവിടെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് കട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെൻഡ് ടൂവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പുതിയൊരു ടിപ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്താൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഇതറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക.